എറണാകുളം ചോറ്റാനിക്കര പാലസ് സ്ക്വയറിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. ഫ്രിഡ്ജിനുള്ളിൽ പെട്ടിയിൽ പാക്ക് ചെയ്ത നിലയിലായിരുന്നു അസ്ഥിക്കൂടം ഉണ്ടായിരുന്നത്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടെന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അവിചാരിത പരിശോധനയിലാണ് ഫ്രിഡ്ജിൽ അസ്ഥികൾ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോറ്റാനിക്കര പാലസ് സ്ക്വയറിലുള്ള ഫിലിപ്പ് ജോൺ എന്ന പ്രശസ്തനായ എറണാകുളത്തെ സൈക്യാട്രിസ്റ്റിന്റെ വസതിയിൽ, അല്ലെങ്കിൽ അയാളുടെ പഴയ പൂട്ടിക്കിടന്ന വസതിയിലാണ് ഇപ്പോൾ ഒരു തലയോടും അസ്ഥികളും കണ്ടെത്തിയത്. പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഈ അസ്ഥികളും മറ്റും ഈ പൂട്ടിക്കിടന്ന ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. ഏതാണ്ട് 15 വർഷമായിട്ട് ഈ കെട്ടിടം ഇങ്ങനെ പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഈ പരിസരത്തുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഇവിടെ സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു കടന്നുവരവുണ്ട് എന്ന സംശയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകളും ഒട്ടും പരിചിതമല്ലാത്ത, നാട്ടുകാരല്ലാത്ത ആളുകൾ ഈ വസതിയിലേക്കും അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയിലേക്കും കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സ്ഥലത്തെ 8ാം വാർഡിലെ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസിൽ പരാതിപ്പെടുന്നത്. അതേ തുടർന്നാണ് പോലീസ് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഇവിടെ പരിശോധനകൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പോലീസ് കടന്നു വരികയും ഓരോ ഭാഗങ്ങളായി അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരികയും അതിനുശേഷം ഈ കാണുന്ന പഴയ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുകയുമായിരുന്നു. തുറന്നതിനെ തുടർന്നാണ് ഈ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് പല ബിഗ് പലതരത്തിലുള്ള കവറുകളിലായിട്ട് ഈ അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ അസ്ഥിയുടെ പലതരത്തിലുള്ള ഭാഗങ്ങൾ പലതാക്കി മാർക്ക് ചെയ്ത്, അതായത് തലയോടൊരു ഭാഗത്ത്, കൈ ഒരു ഭാഗത്ത്, കാലൊരു ഭാഗത്ത്, അങ്ങനെ പല കവറുകളിലായിട്ട് ഈ ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഉടനെയാണ് പോലീസിന് വല്ലാത്തൊരു ഷോക്ക് ഉണ്ടായത്. അല്ലെങ്കിൽ പോലീസ് ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചത് കഞ്ചാവ് പോലുള്ള ലഹരി മരുന്നുകളുടെ ശേഖരം ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ ഉണ്ടാകാം എന്ന പ്രതീക്ഷയോടെയാണ് പരിശോധന നടത്താൻ പോലീസ് എത്തിയത്. എന്നാൽ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ഇവിടെ നിന്നും കിട്ടിയ അസ്ഥികൂടങ്ങൾ എന്ന് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം ഈ ഒരു വസ്തുതയെക്കുറിച്ച് പല ഭയത്തോടെയാണ് പലപ്പോഴും ഈ ഒരു പ്രദേശമൊക്കെ കണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം ഇവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു നടുക്കം തന്നെയാണ്. ചേട്ടാ, എന്തായിരുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാനുള്ളൊരു ഇടയുണ്ടാക്കി? എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, ചോറ്റാനിക്കര പഞ്ചായത്തിലെ പാലസ് സ്ക്വയർ എന്ന് പനങ്ങപ്പാറ വരുന്ന റോഡാണ്. ഈ റോഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഏകദേശം 14 ഏക്കറോളം കിടക്കുന്ന ഒരു ഭൂമിയാണിത്. ഭൂമിയിൽ തന്നെ ഒരു 20 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇതുള്ളത്. ഏകദേശം 20 വർഷമായിട്ട് ഇവിടെ താമസവും ഇല്ലെന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ ഈ താമസമില്ലാത്തതിന് കുറച്ച് പേര് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അത് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലെന്ന് വിശ്വസിക്കുന്നു. അവർ ഈ പറഞ്ഞ പോലെ ഒരു ലഹരി കേന്ദ്രമായിട്ട് മാറ്റിയിരിക്കുക എന്നുള്ളൊരു ഇൻഫർമേഷൻ നാട്ടുകാരുടെ ഇടയിലുണ്ടായിരുന്നു. അത് ഗ്രാമസഭകളിലും മറ്റും അത് നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നതായിരുന്നു. വാർഡ് മെമ്പറുടെയും അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്ത് അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നമ്മളത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് സംസാരിച്ച് അവർ റാൻഡം ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇവിടെ കൂടുതലായിട്ട് പിള്ളേർ ഗ്യാങ്സ് വരുന്നതായിട്ടും കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് ഇത് മാറിയതായിട്ട് ഒരു റിപ്പോർട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർഡ് മെമ്പറിനെ ഇൻഫോം ചെയ്തു. വാർഡ് മെമ്പർ അത് പോലീസ് സ്റ്റേഷനിൽ, ഇന്ദിരാധർമ്മരാജനാണ് വാർഡ് മെമ്പർ 8ാം വാർഡിൻ്റെ. അപ്പോൾ അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസുകാർ ഇവിടെ വന്നിട്ടുള്ള ചെക്കിങ്ങിൽ ഞങ്ങൾ നാട്ടുകാരുടെ അക്കൗണ്ടിലെ ചെക്കിന് വല്ലാത്തൊരു ആശ്ചര്യം അല്ലെങ്കിൽ ഒരു ഞെട്ടലൊക്കെ തന്നെയാണ് ഉണ്ടായിട്ട് തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മൾ എന്തെങ്കിലും സസ്പെക്ട് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത്. കാരണം അത്രമാത്രം ഈ 12 ഏക്കർ 14 ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു ഭയാനകമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊരു ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെയാണ് നാട്ടുകാർ വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഭയാനകമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇതുപോലെ കണ്ടെത്തിയതിൽ നമുക്ക് സത്യത്തിൽ അത്ഭുതമില്ല. കാരണം 20 വർഷമായിട്ട് ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാമൂഹ്യ വിരുദ്ധർ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് നമുക്കൊന്നും ഐഡിയ ഇല്ല. കാരണം നമുക്ക് വരെ ഇഴജന്തുക്കളടക്കം കയറി വരാൻ നമ്മൾ പേടിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥല ഉടമയായിട്ടുള്ള ഫിലിപ്പ് ജോൺ ഇവിടെ എത്തുകയും പോലീസിനോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം 20 വർഷത്തോളമൊക്കെ ഈ വീട് അടഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത്രയും കാലമൊക്കെ ഇതിന് ഈ അസ്ഥികൂടത്തിനും പഴക്കമുണ്ടാകാം എന്നൊരു അനുമാനമുണ്ട് എങ്കിൽ തന്നെയും നാളെ ഫോറൻസിക് വിദഗ്ധരുടെ സംഘം ഇവിടെ എത്തി ഈ ഒരു കാര്യങ്ങളെല്ലാം പരിശോധിച്ച്, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള അസ്ഥി കൂടങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ കാലനിർണ്ണയം, ലിംഗ നിർണ്ണയം ഒക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ന്യൂ ഇയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടും മറ്റും ഇവിടെ വന്നു പോയിട്ടുള്ള സംഘങ്ങളെക്കുറിച്ച്, ലഹരി സംഘങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള ആളുകളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 24 കൊച്ചി. പുറത്തു നിന്ന് അധികം ആളുകൾ അകത്തേക്ക് പോകുന്ന വീടല്ല അവിടെ സാമൂഹ്യ വിരുദ്ധർ ഇടത്താവളമാക്കിയപ്പോഴാണ് അവിചാരിതമായി പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധനയ്ക്കിടയിൽ വീട് തുറക്കുന്നു. വീട്ടിലെ ഫ്രിഡ്ജ് തുറന്ന് പോലീസ് ഞെട്ടുന്നു. തലയോട്ടിയും അസ്ഥിക്കൂടങ്ങളും, ഈ അസ്ഥിക്കൂടങ്ങളും തലയോട്ടിയും ആരുടേതാണ്, പഴക്കം എത്രയുണ്ട്, എങ്ങനെ അവിടെ എത്തി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തേണ്ട ഒരു സംഭവം കൂടിയാണ് ചോറ്റാനിക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.